ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മുട്ടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷെ നിങ്ങൾ മുട്ടത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം കൂടി നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മുട്ടത്തോരൻ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ വീഡിയോ. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു സവാള ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇതിനകത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പീച്ചിങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് പീൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ ആ ഷാർപ്പ് എഡ്ജസ് മാത്രമാണ് അതിൻ്റെ റിമൂവ് ചെയ്ത് കളയുന്നുള്ളൂ. ഞാനിവിടെ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസാക്കണ്ട, ഈ ഒരു രീതിയിലങ്ങ് കട്ട് ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് മൂത്ത പീച്ചിങ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സീഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ ടൈമിൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും അതുപോലെ തന്നെ ക്രഷ്ഡ് ചില്ലീസുമാണ് ഞാൻ എരിവിന് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അതിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. സവാള പയ്യെ ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് അതൊന്ന് ആ സവാളയൊന്ന് ജസ്റ്റ് അങ്ങ് വാടി വന്നാൽ മതി. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എരിവിന് മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി പൊതുവേ ഞാൻ കറികൾക്ക് നന്നായിട്ട് ഇടാറുണ്ട്. എപ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണല്ലോ. അപ്പോൾ അതുതന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് അത്യാവശ്യം. പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലീസും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ പീച്ചിങ്ങയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അങ്ങനെ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് വെന്ത് കിട്ടിക്കോളും. ഒരു 10 മിനിറ്റും കൊണ്ട് അത് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കുക്കായി കിട്ടിക്കോളും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തേങ്ങ ചേർക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമ്മളുടെ കറികൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട മുട്ട നമുക്ക് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര മുട്ടയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേർക്കുക. ഞാൻ 3 മുട്ടയും ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത പെപ്പറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മുട്ടയൊന്ന് നന്നായിട്ട് ഇത് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് പതപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം.
ഇപ്പോൾ നമ്മളുടെ പീച്ചിങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്കിതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു നടുക്ക് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പേസിൽ നടുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇച്ചിരി ഒരു ഓയിലൊന്നും അവിടെ ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും ഒന്നും നമ്മൾ മിക്സ് ചെയ്യേണ്ട, ഒരു ജസ്റ്റ് ഒരു 2-3 സെക്കൻഡോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഇങ്ങനെ നടുക്കോട്ട് ഒഴിക്കാതെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ മുട്ട പതപ്പിച്ചേക്കുന്ന അങ്ങ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ കുഴഞ്ഞു കുത്തി ഒരുമാതിരി വെള്ളം വിട്ടോണേ ഇരിക്കും. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകത്തുമില്ല. നല്ല ഡ്രൈ ആയിട്ട് നമ്മളുടെ തോരൻ നല്ല അങ്ങ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ നമ്മളുടെ പീച്ചിങ്ങ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിപ്പോൾ വേറെ കറികളൊന്നും വേണമെന്നില്ല. ഈ ഒരൊറ്റ കറി കൂട്ടി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കൺ ഉണ്ട്, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്പം തന്നെ കിട്ടും. താങ്ക്